ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ കുറെ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് സോ ഇന്ന് ഞാനൊരു വെരി ഡിഫറെന്റ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ന് ഞാൻ ബ്രൗണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്റെ അടുത്തുള്ള ഒട്ടിച്ച് ചെറുതാണ്. സോ ഞാൻ വിചാരിച്ചു ഒട്ടിച്ചിൽ ഉണ്ടാക്കുന്നതിന് പകരം അവൻ യൂസ് ചെയ്യാണ്ട് നമ്മൾ സ്റ്റീമറിൽ ഉണ്ടാക്കാം. ആൻഡ് ഫണ്ണി പാർട്ടേഴ്സ്, ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ബ്രൗണിയാണ്. വീഡിയോയ്ക്ക് വേണ്ടി മുന്നേ ബ്രൗണി ഉണ്ടാക്കി പരീക്ഷിച്ച് സക്സസ് ആവാൻ ഞാൻ കാത്തു നിൽക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ബ്രൗണി ഉണ്ടാക്കുന്നത്. അപ്പോ സക്സസ് ആണെങ്കിലും ഫെയിൽ ആണെങ്കിലും നിങ്ങളെ മുന്നേ കാണിക്കാന്ന് വിചാരിച്ചു. ആൻഡ് ഞാൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ടുള്ള റെസിപ്പി വെച്ചിട്ടാണ് ട്രൈ ചെയ്യുന്നത്. സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ട് റെഡി ആക്കിയിട്ടില്ല. എല്ലാം നമുക്ക് വീഡിയോയിൽ തന്നെ ചെയ്യാം. സോ ലെറ്റ്സ് മേക്ക് ബ്രൗണി. സോ ഞാൻ വാങ്ങിയത് ഈ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ, കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ അത്യാവശ്യം വലിയ പീസസ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റ് നമ്മുടെ ബാറ്ററിൽ മിക്സ് ചെയ്യാൻ വേണ്ടി. 100 ഗ്രാം ബട്ടറാണ് കേട്ടോ, ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഈ വീഡിയോയിലൊന്നും കാണുന്ന പോലത്തെ ഗ്ലാസ് ബൗളും സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള അവൈലബിൾ സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ബ്രൗണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റീമറിൻ്റെ തന്നെ താഴെയുള്ള പാത്രത്തിൽ വെള്ളം വെച്ച് അത് ചൂടാക്കിയിട്ട് ഞാൻ ഈ ഒരു സോസ് പാനിലാണ് കേട്ടോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത്. ചെറുതായിട്ട് മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കളർ കണ്ടോ, ഭയങ്കര ഗ്ലോസി ആയിട്ട് വരും. ഇത് ഫുള്ള് മെൽറ്റായി വരുമ്പോൾ നല്ല ഗ്ലോസി ആയിരിക്കും കേട്ടോ കാണാൻ. ഈ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായി മെൽറ്റായിട്ടുണ്ട് കേട്ടോ, കണ്ടോ, നല്ല മെൽറ്റായി. ഈ അടിയിലൊന്നും പിടിക്കാണ്ട് പോരാൻ തുടങ്ങി. ഇനി നമുക്ക് നമ്മളുടെ സ്റ്റീമർ കുറച്ച് നേരം പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഇതിലേക്ക് നമ്മൾ 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷുഗർ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ചോക്ലേറ്റും മുട്ടയും ബ്രൗൺ ഷുഗറും നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ മിക്സ് ചെയ്യാം. അതിനായിട്ട് 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ. ഞാൻ ഇതിനകത്ത് വേറെ സോൾട്ട് ആഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ടാണ്. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇട്ട് ഇങ്ങനെ ഇളക്കരുത്, നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ്സ് ആഡ് ചെയ്ത് നമ്മുടെ ബ്രൗണി നമുക്ക് സ്റ്റീമറിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രൗണി സ്റ്റോവിലേക്ക് വയ്ക്കാം. ഭയങ്കര ചൂടാട്ടോ, രക്ഷയില്ല. അങ്ങനെ നമ്മുടെ ബ്രൗണി നമ്മളിപ്പോൾ അടുപ്പത്ത് അങ്ങനെ നമ്മുടെ ബ്രൗണി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 35 to 45 മിനിറ്റ്സ് നമ്മൾ ലോ ഫ്ലെയിമിൽ സ്റ്റീം ചെയ്യണം. അതിൻ്റെ ഇടയിൽ നമുക്ക് തുറന്ന് നോക്കണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ്സ് ആയിട്ടോ. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തായി നമ്മളുടെ ബ്രൗണി. കുളമായോ ശരിയായോ എന്നുള്ളത്. ഓ മാൻ, ബ്രൗണി പുറത്ത് ചാടി ഗൈസ്. നമ്മുടെ ബാറ്റർ ഒഴിച്ചത് കൂടിപ്പോയതാണോ
അതിന് ഞാനിട്ട് ബേക്കിംഗ് പൗഡർ കൂടിയതാണ്, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ ഒരു കുഞ്ഞു പീസ് പുറത്ത് ചാടി, ബാക്കിയെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ്സ് നമുക്ക് ഇവിടെ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ, എന്നിട്ട് പുറത്തെടുക്കാം. ഇനി ഒരു 15 to 20 മിനിറ്റ്സ് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ, അപ്പോൾ ഈ ബ്രൗണി കറക്റ്റ് കണത്തിൽ കിട്ടുള്ളൂ എന്നാണ് ഞാൻ ChatGPTന്റെ ഇതിൽ കണ്ടത് കേട്ടോ. ഗൈസ്, ഇത് ഭയങ്കര ഫഡ്ജി ആയി പോയി കേട്ടോ. അത്യാവശ്യം നല്ല ഫഡ്ജിയാണ്. ഭയങ്കര ഫഡ്ജിയാണ് കേട്ടോ ആക്ച്വലി. ഭയങ്കര അടിപൊളിയാണ്. പുറത്തെടുക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. സാധനം കിഡുമാണ്. കിഡു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പൊക്കി പറയുന്നല്ല കേട്ടോ, സംഭവം അടിപൊളിയാണ്. റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വെച്ചിട്ട് കൊടുത്തോക്കാം കേട്ടോ. യമ്മിയാ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ബ്രൗണി അത്ര 100% സക്സസ്ഫുൾ അല്ല, പക്ഷെ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എവിടെയാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോ എത്രയുള്ളത്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.